അവർ സർവകലാശാല വിദ്യാഭ്യാസ അലകും പിടിയും മാറ്റി അതിലൂടെ സൂക്ഷ്മതല സാംസ്കാരിക അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കൾച്ചറൽ നാഷണലിസം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഏകീകൃത പാഠ്യപദ്ധതി കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്കും പ്രാദേശിക ഭാഷകളിലൂടെയുള്ള പാഠപുസ്തകങ്ങൾ NCERT തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇപ്പം CBSE ICSE സ്കൂളുകളിലും നവോദയ വിദ്യാലയങ്ങളും നടപ്പിലാക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അവർ പറയുകയാണ്, ഭരണഘടനയുടെ 7-ാം വകുപ്പ് കൺകറന്റ് പട്ടിക എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ കേരളത്തിനോ ഇന്ത്യൻ സംസ്ഥാനങ്ങളോ കഴിയുമോ? കഴിയില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സാംസ്കാരികമായ ഏകീകരണം കൊണ്ടുവരാൻ പറ്റും. ഉന്നത വിദ്യ നമ്മുടെ കേരള സർക്കാർ ചെയ്ത വേറൊരു കുഴപ്പവും കൂടിയുണ്ട്. എന്നാൾ ഞാൻ ഇവരോട് പറയുകയും ചെയ്തു. അതെന്താ? 2014 പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് 2 രാഷ്ട്രങ്ങൾ വിസ നിഷേധിച്ചു, അമേരിക്കയും ബ്രിട്ടനും. കാര്യമെന്താ? 2001-2002 കാലത്തെ ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി ഇദ്ദേഹമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം അത് രാഷ്ട്രങ്ങളും വിലയിരുത്തിയത് കൊണ്ട് ഇങ്ങനത്തെ ഒരു നരഹത്യക്കാരനെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മാറ്റിയെടുത്തത് എങ്ങനെയാണ്? അസാപ്പ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ കൊണ്ട് ഈവന്റ് മാനേജ്മെന്റിലൂടെ ഇമേജ് ബൂസ്റ്റ് ചെയ്താണ് അദ്ദേഹം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ മാറ്റിയെടുത്തു. അതിൻ്റെ പിന്നിലാര്? മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്. അപ്പം മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളാണ് ഇപ്പം ലോകം ഭരിക്കുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ്. ഇവരുടെ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്ന കൊളോണിയൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് പൂരകമല്ല. കൊളോണിയൽ ഭരണകാലത്ത് തുടങ്ങിയതും കോൺഗ്രസ് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയതുമായ സർവകലാശാല വിദ്യാഭ്യാസം ഇപ്പോൾ അധികാരത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് ഗുണകരമല്ല. അവരതിൻ്റെ ഘടന മാറ്റുന്നു, ഉള്ളടക്കം മാറ്റുന്നു. ഘടനയും ഉള്ളടക്കവും മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 4 കൊല്ല ഡിഗ്രി കോഴ്സ് വന്നത്. ഘടന മാറ്റി ഓണേഴ്സ് കോഴ്സ് പുതുതായിട്ട് കൊണ്ടുവരുന്നു. സർവകലാശാലകൾക്ക് ഇനി പ്രാധാന്യമില്ല. അത് സർവകലാശാലയിലെ ഏതൊരു സ്ഥാപനമാണ്. ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ 7-ാം പട്ടികയിൽ മാറ്റം വരുത്താത്തത് കൊണ്ട് കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റുന്നു. കേന്ദ്രത്തിന്റെ കേരളത്തിലെ ഏജന്റ് ആരാ? അത് ഗവർണറാണ്, ആർലേക്കറാണ്. അദ്ദേഹം നേരിട്ട് ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? 7-ാം പട്ടികയിലെ വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിലായതുകൊണ്ടും മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് കോർപ്പറേറ്റുകളായതുകൊണ്ടും ആ കോർപ്പറേറ്റുകളുടെ താല്പര്യപൂരണത്തിന് വിദ്യാഭ്യാസത്തിന്റെ ഘടനയിൽ മാറ്റം വരുത്തണമെന്നുള്ളത് കൊണ്ടുമാണ് അവർ ഉള്ളടക്കത്തിലും മാറ്റം വരുത്തുന്നു. ആ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വികസിത് ഭാരത് ശിഷ്ട അധിഷ്ഠാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന് പ്രാധാന്യം കൊടുത്ത് പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം? ഭാരതീയ ജ്ഞാന വ്യവസ്ഥ. ആ ഭാരതീയ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷഡ്ദർശനങ്ങൾ നമ്മൾ പഠിക്കണം, നാസിക ദർശനങ്ങളും നമ്മൾ പഠിക്കണം, കണാദന്റെ ശാസ്ത്രം പഠിക്കണം, ധന്വന്തരിയുടെയും ചരകന്റെയും സുശ്രുതന്റെയും ആരോഗ്യശാസ്ത്രം നമ്മൾ പഠിക്കണം, മനോഹരമായ തച്ചുശാസ്ത്രം പഠിക്കണ്ടേ, ആകാശഛേദികളായി നിൽക്കുന്ന അശോകസ്തംഭം ഉണ്ടാക്കിയ ഉരുക്ക് കൊണ്ട് പണി ചെയ്ത തൊഴിലാളിയുടെ വിജ്ഞാനം നമ്മൾ പഠിക്കണ്ടേ, മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുത്ത് നമ്മുടെ നെയ്ത്തുകാരന്റെ ശീലം നമ്മൾ പഠിക്കണ്ടേ? അതൊക്കെ പഠിക്കണം. പക്ഷേ അവരെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അതല്ല. പിന്നെ ഏതാ? സനാതനധർമ്മം. രാവണനെ കൊന്നത് 10 തലയുണ്ടായിട്ടും അവനെ കൊല്ലാൻ പറ്റിയത് ഒറ്റ തലയുള്ള ഒരുത്തൻ. ഇങ്ങനെയുള്ള ജ്ഞാന സിസ്റ്റം പഠിപ്പിക്കണം. ആ ജ്ഞാന സമ്പ്രദായം പഠിപ്പിക്കുന്നതിന് ആവശ്യമായ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കണം. അതാണ് കേന്ദ്ര സർവകലാശാല ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. കേരളത്തിലെ കേന്ദ്ര സർവകലാശാല ശില്പശാല ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞല്ലോ, മലയാളത്തിൽ ഉണ്ടാക്കി വയ്ക്കും. പ്രാദേശിക ഭാഷയിലൂടെ പഠിക്കാം. അപ്പോൾ പ്രാദേശിക ഭാഷയിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാം. 1. 2, ഇന്ത്യയുടെ ഭരണഭാഷ ഏതാ? ഇന്ത്യയിലെ ഭരണഭാഷ ഏതാന്ന് എനിക്കൊരു പിടിയില്ല. ഇപ്പോൾ ആംഫീബിയൻ ആണ്. 1955 ഒരു ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ നെഹ്റു സർക്കാർ നിയോഗിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അന്ന് കോൺഗ്രസിനകത്ത് ഈ ഹിന്ദു മഹാസഭക്കാരും ഉണ്ടായിരുന്നു. 50 ഹിന്ദു മഹാസഭ പോയിട്ട് പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന പുതിയ പേരിലാണ് വന്നത്. RSSകാരാണ്. RSSന് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടില്ല എന്നുള്ളതുകൊണ്ട് അവർ പക്ഷേ ഭൗതിക കാര്യങ്ങൾ ഇടപെടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും RSS ഒരു രജിസ്റ്റേർഡ് സംഘടനയല്ല. 4000-ലധികം വരുന്ന ഘടക സംഘടനകൾ, പോഷക സംഘടന കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്.
ഡൽഹിയിൽ ഭരിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും തയ്യാറാക്കി കൊടുക്കുന്നത് നാഗപ്പൂരിൽ നിന്നാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയും സ്ഥാനാർത്ഥി നിർണയവും നടത്തുന്നത് ആരാണ്? CPI, CPM, കോൺഗ്രസ്, ജനതാദള്, ഒരുപാട് ദളുകളുണ്ടല്ലോ. ഇതൊക്കെ തീരുമാനിക്കുക അവരുടെ രാഷ്ട്രീയ ഉന്നതാധികാര സമിതിയാണ്. BJPയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ആരാ? പാർലമെന്റിൽ മത്സരിക്കുന്ന പാർട്ടിയായി നിൽക്കുന്ന BJP അല്ല അവരുടെ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന. പിന്നെയോ നാഗ്പൂരിലാണ്, ഒരു അജ്ഞാത കേന്ദ്രത്തിലാണ്. ഭരണപരിഷ്കാരം കൊണ്ടുവരുന്ന എവിടുന്ന? അജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ്. പാഠ്യപദ്ധതി രൂപപ്പെടുന്ന എവിടുന്ന? അജ്ഞാത കേന്ദ്രത്തിൽ നിന്നാണ്. ഈ ഭാരതീയ ഇതിഹാസ് സംഘടൻ എന്നൊരു സംഘടനയുണ്ട്, ചരിത്രകാരന്മാരുടെ അഖിലേന്ത്യാ സംഘടനയാണ്. കേരളത്തിലെ ഒരുപാട് ചരിത്ര അധ്യാപകർ അംഗങ്ങളാണ്. അപ്പൊ നോക്കൂ, എവരാണ് ചരിത്രം എഴുതി ഉണ്ടാക്കുന്നത്? ശിവജിയെക്കുറിച്ച് ചരിത്രം എഴുതുന്ന ആരായിരിക്കും? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ചരിത്രം എഴുതുന്ന ആരായിരിക്കും? കുഞ്ഞാലി മരക്കാരെ ദോഷമായിട്ട് പറയുന്ന ആരായിരിക്കും? ടിപ്പുവിനെ മറിച്ച് പറയിക്കുന്ന ആരായിരിക്കും? ഇതൊക്കെ ഇവരാണ് എഴുതി തയ്യാറാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിരവധി സംഘടനകളുണ്ട്. ആ സംഘടനകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അവരുണ്ടാക്കുന്ന പാഠ്യപദ്ധതി ആയിരിക്കും പഠിപ്പിക്കാൻ പോണത്. അത് ഈ ഭാരതീയ ഭാഷാ സമിതിയുടെ പേരിലായിരുന്നാലും ഭാരതീയ വിജ്ഞാന സമിതിയുടെ പേരിലായിരുന്നാലും വൈമാനിക ശാസ്ത്രം ഉണ്ടെന്ന് പറയുന്നത്, ക്ലോണിങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, മോർഫിംഗ് ഉണ്ടായിരുന്നു, ഒക്കെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പനല്ല ഗണപതി മോർഫിംഗിലും അല്ല ക്ലോണിംഗ് ആണ്. എന്താണ്? അല്ല, ക്ലോണിംഗ് കൗരവന്മാരാണ്. അപ്പൊ എന്തായാലും നമുക്കിതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൊളോണിയലിസ്റ്റുകൾ മുസ്ലിങ്ങൾ ആദ്യം ഇല്ലാതാക്കി, പിന്നീട് ഇവരുണ്ടാക്കി. 55-ലെ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ വന്നപ്പോൾ ചർച്ച വന്നു, രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം വന്നു. ഇംഗ്ലീഷിനെ ഔദ്യോഗിക ഭാഷയായിട്ട് നിലനിർത്താൻ ആർക്കും താല്പര്യമില്ല. ഹിന്ദി വേണം, സംസ്കൃതം വേണം, ഹിന്ദുസ്ഥാനി വേണം. ഈ 3 ചർച്ച വന്നു. അത് നമ്മുടെ മലയാളത്തിൽ അതിൻ്റെ ഗ്രന്ഥങ്ങൾ കിട്ടാനുണ്ട്. ഔദ്യോഗിക ഭാഷാ കമ്മീഷനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വിദഗ്ധനായ ഡോക്ടർ ശിവകുമാർ എഴുതിയൊരു പുസ്തകമുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് വായിക്കുന്നത് ഇവരുടെ ഈ ഭാഷാപരമായ നയത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ സങ്കീർണമാണ് പ്രശ്നമെന്നുള്ളത് കൊണ്ട്, ഒന്നിനെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തീരുമാനം 55-ലെ ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് 47-ലെ അധികാര കൈമാറ്റത്തിനു മുമ്പ് കേന്ദ്ര സർക്കാരും പ്രവിശ്യാ സർക്കാരുകളും തമ്മിലോ, പ്രവിശ്യാ സർക്കാരുകൾ തമ്മിലോ, സർക്കാരുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും തമ്മിലോ, കേന്ദ്ര സർക്കാരും പ്രിൻസിലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളും തമ്മിലോ ഔദ്യോഗിക വിനിമയത്തിന് വേണ്ടി അല്ലെങ്കിൽ ആശയവിനിമയത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണോ അത് തന്നെ തുടരണം. അപ്പൊ 47 മുമ്പ് ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? ഇംഗ്ലീഷ്. അത് തന്നെ തുടരണം. തെന്നിന്ത്യൻ സംസ്ഥാന വിദ്യാഭ്യാസ കാര്യത്തിൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ ഒരു ഉത്തരേന്ത്യൻ ഭാഷ പഠിപ്പിക്കണം, ഉത്തരേന്ത്യക്കാരിൽ തെന്നിന്ത്യൻ ഭാഷ പഠിപ്പിക്കണം. അങ്ങനെ സംഗതി സബൂറാക്കി 62-ൽ ഔദ്യോഗിക ഭാഷാ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലൊരു വാചകം, ബില്ലിന്റെ പാർലമെന്ററി സബ് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന പാർലമെന്ററി ഉപസമിതി ചർച്ച ചെയ്യുന്ന സമയത്ത് എഴുതി ചേർത്ത വാചകം ഇങ്ങനെയാണ്: ഒരു ഔദ്യോഗിക ഭാഷ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷ് ഷാൽ കണ്ടിന്യൂ ടു ബി ദ ലിങ്ക് ലാംഗ്വേജ്, ഷാൽ കണ്ടിന്യൂ ടു ബി ദ ലിങ്ക് ലാംഗ്വേജ് എന്ന് എഴുതി ചേർത്തു. പക്ഷേ പാർലമെന്റിൽ അവതരിപ്പിച്ചോ ഈ പാർലമെന്ററി സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബില്ലിന്റെ രൂപത്തിൽ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ മേ ഷാൽ എന്നുള്ളത് മേ ആയി. ഇംഗ്ലീഷ് ഷാൽ കണ്ടിന്യൂ ടു ബി ദ ലിങ്ക് ലാംഗ്വേജ് എന്നുള്ളത് ഇംഗ്ലീഷ് മേ എന്നായി. ആ മേയുടെ പേരിലാണ് അണ്ണാതുര ബഹളം ഉണ്ടാക്കിയത്. അന്നേരം രാജ്യസഭാ അംഗമാണ്. അത് പറഞ്ഞു ഷാൽ തന്നെ വേണം. ഷാലും മേയും തമ്മിൽ വ്യത്യാസം പലർക്കും അറിഞ്ഞുകൂടാ. അറിയുന്നവനാണ് ഇത് എഴുതി വെച്ചത്. കലാപമായി. ആ കലാപം മേ എന്ന വാക്കോടുകൂടി ബില്ല് പാസ്സായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1964-ലെ ഹിന്ദി വിരുദ്ധ സമരം ഓർമ്മയുണ്ടോ പലർക്കും? തമിഴ്നാട് കത്തിയത് അങ്ങനെയാണ്. ആ കത്തിയതിന്റെ ഭാഗമായിട്ട് 67-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. DMK ആണ് അവിടെ ഭരിച്ചത്. അതിനുശേഷം 26 വരെ DMKയുടെ ഏതെങ്കിലും ഒരു കഷണമാണ് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്നത്. 26-ലെ അത് മാറ്റം വന്നുള്ളൂ. ആനുഷംഗം ഒരു കാര്യം കൂടെ പറയട്ടെ. 2025 3 പ്രസ്ഥാനങ്ങളുടെ 100-ാം വാർഷികമായിരുന്നു. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്മേളനം 925 കാൺപൂരിലാണ് ചേർന്നത്, ഡിസംബറിൽ. അവിടെ
ആദ്യത്തെ ഘടകം ഉണ്ടായെങ്കിലും തിരിച്ചു വന്നവരെയൊക്കെ തൂക്കി അകത്താക്കി ഒരുപാട് ഗൂഢാലോചന കേസുകളൊക്കെ ഉണ്ടാക്കി 25 ഡിസംബർ മാസത്തിൽ കാൺപൂരിലാണ് ചേർന്നത്. ഏറ്റവും പ്രബലമായ കക്ഷിയായിരുന്നു. 1-ാം ലോകസഭയിൽ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ്, കക്ഷികളുടെ കൂട്ടായ്മയുടെ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. 67-ൽ കേരളത്തിൽ, 67-ൽ കേരളത്തിൽ, 70-ലായപ്പോൾ ബംഗാൾ കോൺഗ്രസ് പാർട്ടി ഇരുന്നുകൊണ്ട് ബംഗാളിൽ പിന്നെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് നിർണായകമായ സ്വാധീനം ചെലുത്താൻ പറ്റി. 26-ൽ 25-ൽ 100-ാം വാർഷികം ആവശ്യോ പേരിൽ ഇവിടെ ഉണ്ടായിരുന്നു, 26-ൽ ഇപ്പം ഇല്ല. എന്തുപറ്റി? പോയി. 925 ഒക്ടോബറിലാണ് കുടി അരശ് എന്ന പേരിൽ EV രാമസ്വാമി നായ്ക്കർ ഒരു വാരിക തുടങ്ങുന്നത്. സെൽഫ് റൂൾ എന്നാണ് എൻ്റെ ഇംഗ്ലീഷ്. കുടി അരശ്. അപ്പൊ തന്നെയാണ് സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, അബ്രാഹ്മണ പ്രസ്ഥാനം, ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ. അത് ജസ്റ്റിസ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. 44 ദ്രാവിഡ കഴകമായി, 49 ദ്രാവിഡ മുന്നേറ്റ കഴകമായി, 67 തൊട്ട് തമിഴ്നാട് തുറന്ന് ഭരിക്കുകയായിരുന്നു, 26 തൊട്ട് അതും ഇല്ലാതായി. 925 ഒക്ടോബറിൽ വിജയദശമി നാളിലാണ് RSS രൂപീകൃതമായത്. സാമ്രാജ്യത്വ വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിലോ ജന്മിവിരുദ്ധ കർഷക സമരത്തിലോ നാട്ടുരാജ്യവിരുദ്ധ നാടുവാഴിത്ത വിരുദ്ധ ഉത്തരവാദ പ്രക്ഷോഭങ്ങളിലോ സാമൂഹ്യ പരിഷ്കരണ ജാതിവിരുദ്ധ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലോ അവർ പങ്കെടുത്തിട്ടില്ല. 51-ൽ 82-ലെ 1-ാം ലോകസഭയിൽ അവർക്ക് 3 അംഗ ജനസംഘമാണ് അന്നത്തെ പേര്, 3 പേരുണ്ടായിരുന്നു. 67-ൽ 19 പേരുണ്ടായിരുന്നു. 77-ൽ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 94 സീറ്റ് ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധത്തിന് ശേഷമാണ് അവർക്ക് അംഗസംഖ്യ കുറഞ്ഞത്. നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ 98 തൊട്ട് 13 ദിവസം, 99 തൊട്ട് 2004 വരെ 5 കൊല്ലം, 2014 ഇതുവരെ 12 കൊല്ലം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ഈ സമരങ്ങളൊക്കെ നടത്തിയവന്മാർക്കൊന്നും കിട്ടിയില്ല. എന്നിട്ടും എന്തേ നീ ഇവിടെ ഭരിക്കുന്നു പങ്കിളി എന്ന് ചോദിക്കണേ? എന്തുകൊണ്ട് സാധിച്ചവർക്ക്? അവർക്ക് സാധിച്ചത് ഐജാസ് അഹമ്മദ് പറയുന്നു, അതൊരു സൂക്ഷ്മതല സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന്. മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ് രൂപീകരിക്കാൻ, ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. മോളിക്കുലാർ കൾച്ചറൽ കോൺഷ്യസ്നസ്, സൂക്ഷ്മതല സാംസ്കാരിക അവബോധം. അവർ കൾച്ചറൽ നാഷണലിസം എന്ന് വിളിക്കുന്ന സാധനം. ആ കൾച്ചറൽ നാഷണലിസമാണ് അവർ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയത്. സമരമല്ല പ്രശ്നം. വികസനം നടന്നുകൊണ്ടോ ഭരണം ഉണ്ടായതുകൊണ്ടോ പിൻബലം കിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. വികസനമല്ല പ്രശ്നം, അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയവും ദർശനവുമാണ് പ്രശ്നം. സർ CP ഒന്നാം തരം ഭരണകർത്താവായിരുന്നു. തിരുവിതാംകൂറിലെ ദിവാൻ എന്തെല്ലാം ഭരണപരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നേ? അണക്കെട്ടുകൾ, പിന്നെ ജലവൈദ്യുത കേന്ദ്രങ്ങൾ, റോഡുകൾ, മനോഹരമായ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 1-ാമത്തെ സർവകലാശാല തിരുവിതാംകൂർ 37-ൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. എന്ത് കാര്യം? സർവാധിപതിയായിരുന്നില്ലേ? അപ്പോൾ വികസനം എന്ന പ്രക്രിയ മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ സൂക്ഷ്മതല സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക അവബോധം അവർ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ക്രിസ്ത്യാനിയും മുസൽമാനും പാഴ്സിയും സിഖുകാരനും അല്ലാത്ത ഇന്ത്യക്കാരാര്? ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, പാഴ്സികൾ, സിഖുകാർ. ഈ 4 ഇതര മതസ്ഥരാണ്, പ്രത്യേക മതവിഭാഗമാണ്, ഈശ്വര വിശ്വാസമാണ് അവിടെ. ഈ 4 കൂട്ടരും അല്ലാത്ത ഇന്ത്യക്കാരെ നിങ്ങൾ എന്തു വിളിക്കും? അങ്ങനെ ഒരു പേരില്ലായിരുന്നു ഇവിടെ. ഉണ്ടായിരുന്നോ? ഇല്ല. അവരെ നിങ്ങൾ എന്ത് വിളിക്കണം? ഹിന്ദു എന്ന് വിളിക്കണം. ആ ഹിന്ദു ബോധമുണ്ടാക്കാൻ സാധിച്ചു. അത് ആദിവാസികളിലും വനവാസികളിലും ഗോത്രവർഗക്കാരിലും അടിയാള ജാതി, നമ്മൾ ദളിത് എന്നൊക്കെ പറഞ്ഞ അടിയാള ജാതിക്കാരിലും ഒക്കെ ഈ ഒരു ബോധം ഉണ്ടാക്കാൻ 100 കൊല്ലം കൊണ്ട് അവർക്ക് സാധിച്ചു. 90 കൊല്ലക്കാലത്തെ വളരെ ക്ഷമാപൂർവവും കൃത്യവുമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 2014 അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് എന്നാണ് ഐജാസ് അഹമ്മദ് പറയുന്നത്. ആ സൂക്ഷ്മതല സാംസ്കാരിക നിർമ്മിതിയാണ് അവർ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത്. ആ സാംസ്കാരിക ദേശീയത നിർമ്മിക്കുന്നതിൽ ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പങ്കെന്താ? കൊളോണിയൽ വിദ്യാഭ്യാസത്തിനോ കോൺഗ്രസിന്റെ കീഴിലെ വിദ്യാഭ്യാസം അത് പൂർണ്ണമായിട്ടും കഴിയില്ല. കഴിയാത്തതുകൊണ്ട് അവർ സർവകലാശാല വിദ്യാഭ്യാസ അലകും പിടിയും മാറ്റി അതിലൂടെ സൂക്ഷ്മതല സാംസ്കാരിക അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. കൾച്ചറൽ നാഷണലിസം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഏകീകൃത പാഠ്യപദ്ധതി കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്കും പ്രാദേശിക ഭാഷകളിലൂടെയുള്ള പാഠപുസ്തകങ്ങൾ NCERT തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇപ്പൊ CBSE ICSE സ്കൂളുകളിലും നവോദയ വിദ്യാലയങ്ങളും നടപ്പിലാക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അവർ പറയുകയാണ്,
ഭരണഘടനയുടെ 7-ാം വകുപ്പ് കൺകറന്റ് പട്ടിക. എല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ കേരളത്തിനോ ഇന്ത്യൻ സംസ്ഥാനങ്ങളോ കഴിയുമോ? കഴിയില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിലൂടെ ഒരു സാംസ്കാരികമായ ഏകീകരണം കൊണ്ടുവരാൻ പറ്റും. ഉന്നത വിദ്യ നമ്മുടെ കേരള സർക്കാർ ചെയ്ത വേറൊരു കുഴപ്പവും കൂടിയുണ്ട്. എന്നാൾ ഞാൻ ഇവരോട് പറയുകയും ചെയ്തു. അതെന്താ? 10ാം ക്ലാസ് ഇക്കൊല്ലം 10ാം ക്ലാസ് പാസ്സായി ഹയർ സെക്കൻഡറി കയറുന്ന കുട്ടികൾക്ക് ഈ വർഷം 1ാം വർഷ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പുതിയതാണ്. 64 പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കണം. 42 എണ്ണം ഉണ്ടാക്കി. ഭാഷകളും മറ്റു വിഷയങ്ങളും ഉൾപ്പെടെ 42 വിഷയങ്ങൾ ഉണ്ടാക്കി. ഇനി 22 വിഷയങ്ങൾ ഐച്ഛിക വിഷയങ്ങളാണ് ഉണ്ടാകണം. ആ 22 ഐച്ഛിക വിഷയങ്ങൾക്കും NCERT പാഠപുസ്തകങ്ങൾ സ്വീകരിച്ചാൽ മതി എന്ന് കേരള SCERT തീരുമാനിച്ചു. ആ 22 വിഷയങ്ങളിൽ ചരിത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അവരൊക്കെ ഉണ്ട്. നമ്മൾ കേന്ദ്രത്തിനെതിരെ ചരിത്രം വളച്ചൊടിക്കുന്നു, നീട്ടിവിടുന്നു, ഉരുക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഏതിൻ്റെ പേരില്ല? ഇതിലാണ്. നമുക്കെന്തേ പാഠപുസ്തകം ഉണ്ടാക്കാൻ പറ്റൂലായിരുന്നോ? ഞാൻ കരിക്കുലം കമ്മിറ്റി പറഞ്ഞതാണ്, ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങാതെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ചേർന്ന് ഈ 3-4 വിഷയങ്ങളിൽ പാഠപുസ്തകം ഉണ്ടാക്കി കൊടുക്കാം. അംഗീകരിക്കപ്പെട്ടില്ല. പണമില്ല എന്നാ പറഞ്ഞത്. ഇപ്പം നടപ്പിലാക്കാൻ പോകുന്ന പാഠ്യപദ്ധതി ഏതാ? കേന്ദ്രം. അപ്പൊ എങ്ങനെ അത് സൂക്ഷ്മമായിട്ട് അതിവിദഗ്ധമായിട്ടാണ് അവർക്ക് നമ്മൾ വിചാരിച്ച് നമ്മളാണ് ബുദ്ധിമാന്മാരെന്ന്. ഇപ്പോഴാണ് മനസ്സിലാകാൻ നമ്മൾ മണ്ടന്മാരാണെന്നുള്ളത്. അവർക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. ഈ സൂക്ഷ്മതല സാംസ്കാരിക അവബോധം സൃഷ്ടിക്കുന്നതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടിരിക്കുന്നു. നിയമവകുപ്പ് മാറ്റി. അങ്ങനെയാണ് ഈ അധിഷ്ഠാനം എന്നൊക്കെ പറഞ്ഞ ഒരു പേര് കൊണ്ട് ന്യായസംഹിത എന്ന് പേര് വന്നത് എങ്ങനെയാ? അവരാദ്യം മുതലേ ഈ ത്രിമകാര ദോഷങ്ങളാണ് കണ്ടത്. 923 സാവർക്കർ ആരാണ് ഹിന്ദു, എന്താണ് ഹിന്ദുത്വം എന്ന പുസ്തകം ലഘുലേഖ എഴുതുമ്പോൾ 3 ശത്രുക്കളെ പേരെടുത്ത് പറഞ്ഞു. ത്രിമകാര ദോഷം, 3M ഏതൊക്കെയാ? മുസ്ലിം, മിഷണറി, മാർക്സിസ്റ്റ്. ഇപ്പൊ പ്രതിപട്ടികയിൽ 2 പേരെ കൂട്ടിയിട്ടുണ്ട്. കണ്ടാലറിയുന്ന പ്രതികളെ പോലീസുകാർ കയറ്റുമ്പോൾ 2 പ്രതികൾ കൂടെയുണ്ട്. പഞ്ചമകാര ദോഷങ്ങളാണ്. 5M ആണ്. ഏതൊക്കെ? മെറ്റീരിയലിസ്റ്റുകളും മെക്കാളയിസ്റ്റുകളും. ആ മെക്കാളയിസ്റ്റുകളെ മാറ്റിയതാണ് നിയമം മാറ്റിയത്. പേര് മാറ്റി. ഉള്ളടക്കം മാറ്റാനൊന്നും സാധിക്കില്ല, പേര് മാറ്റി. ഇനി മെറ്റീരിയലിസം ഉണ്ട്. അതാണ് ശാസ്ത്രം പഠിക്കുന്നത്. ഏത് ശാസ്ത്രം പഠിച്ചാൽ മതി? വൈമാനിക ശാസ്ത്രം പഠിച്ചാൽ മതി, പ്രാചീന ഭാരത ശാസ്ത്രം പഠിച്ചാൽ. അതാണ് ഭാരത വിജ്ഞാനത്തെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണമെന്നവർ പറയാൻ കാരണം അതാണ്. ഈ താല്പര്യമൊക്കെ അവർ വച്ചു പുലർത്തുന്ന എന്തിനാ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ത്യൻ ഭരണത്തെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകളുടെ ഭരണം ചൂഷണമാണ്. ചൂഷണം വേദനിപ്പിക്കുന്നതാണ്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ ചൂഷണത്തിന്റെ വേദന അറിയാതിരിക്കാനുള്ള ഉപാധിയാണ് ഈ സാംസ്കാരിക ബോധം ഉണ്ടാക്കൽ. അപ്പൊ നമ്മളെല്ലാം ജാതികൾ തമ്മിലടിച്ചോണ്ടിരിക്കുകയല്ലേ. നായന്മാർക്ക് ഈഴവനെ കണ്ടുകൂടാ, ഈഴവന് ക്രിസ്ത്യാനിയെ കണ്ടോ, ക്രിസ്ത്യാനികൾ തമ്മിലടിയാണ്. ഇവർ തമ്മിലടിച്ച് സമയം പാഴാകും. അടിച്ചോണ്ട് പോണതാരാ? ഈ കോർപ്പറേറ്റുകളുടെ ചൂഷണം അഭംഗുരം നടക്കുന്നു. ഇവിടെ സംഘടിക്കുകയാണ് തൊഴിലാളി, കർഷകൻ, പിന്നെ വിദ്യാർത്ഥി, മഹിള എന്നൊക്കെ പറഞ്ഞ് സംഘടിക്കേണ്ടവർ തമ്മിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ തമ്മിലടിക്കുന്നു. ചൂഷണം അഭംഗുരം നടത്തുന്നു. ആ ചൂഷണത്തിനെ ന്യായീകരിക്കാനുള്ള, ചൂഷണത്തിന്റെ വേദന സാമാന്യ ജനങ്ങൾ അറിയാതിരിക്കുന്നതിനുള്ള കുരുട്ട് വേലയാണ്. കുരുട്ടല്ല, ആസൂത്രിതമായ വേലയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ദർശനവും ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതും. ആ സാംസ്കാരിക ദേശീയതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർഗദേശീയതയാണ്. വർഗീയതല്ല, വർഗദേശീയത, ക്ലാസ് കോൺഷ്യസ്നെസ്. നിങ്ങളുടെ ചൂഷണം നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? തൊഴിലെടുത്താണ് ജീവിക്കുന്നത്. ആ തൊഴിൽ മേഖലയിൽ ചൂഷണം നിലനിൽക്കുന്നുണ്ടോ? ചൂഷണം നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചൂഷണത്തിനെതിരായ ഒരു സംഘടന വേണ്ടേ? വർഗ സംഘടന വേണ്ടേ? ആ വർഗ സംഘടനയുടെ അല്ലേ നമ്മുടെ സംസ്കാരത്തെ വികസിപ്പിക്കേണ്ടത്. സംസ്കാരത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാ? ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ദർശനം, ഭാഷ, സാഹിത്യം, കല, സഞ്ചാരം, കായികം. ഇതൊക്കെ സംസ്കാരത്തിന്റെ സൂചകങ്ങളാണ്. ഈ ഓരോ സൂചകത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ബീഫ് കഴിക്കരുത്, പന്നിയിറച്ചി കഴിക്കരുത് ഒരുത്തൻ പറയും, ബീഫ് കഴിക്കരുത് മറ്റവൻ പറയും. സസ്യാഹാരമേ പാടുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ വേറൊരു ആഹാരമേ കഴിക്കാൻ പറ്റൂ. ഏത് വസ്ത്രം വേണം, ഹിജാബ് വേണോ വേണ്ടായോ, വസ്ത്രത്തിൽ ആരോഗ്യം ഏത് വേണം, ഓരോ സൂക്ഷ്മതലത്തിലും അവർ ഇടപെടുകയാണ്. ആ സൂക്ഷ്മതലത്തിൽ അവരിടുമ്പോൾ അതിനെതിരെയുള്ള കലാപം എന്ന് പറയുന്നത് വർഗ രാഷ്ട്രീയമാണ്. ആ വർഗ രാഷ്ട്രീയം നിർമ്മിച്ചെടുക്കുന്നതിൽ സർവകലാശാലകളെ കഴിയാത്ത വിധത്തിൽ പരുവപ്പെടുത്തി എടുക്കുന്നതിനുള്ള കരിക്കുലമാണ് പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന നയം മുഴുവൻ കോർപ്പറേറ്റ് താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. വിഴിഞ്ഞം നമ്മുടെ മുമ്പിലുണ്ട്, GST നമ്മുടെ മുമ്പിലുണ്ട്,
പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ മുമ്പിലുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പോയത് നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്രീകരണം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഫെഡറൽ എന്നുള്ള സങ്കല്പം ഇല്ലാതാകാൻ പോകുന്നു. യൂണിറ്ററി സ്റ്റേറ്റ് ആകാൻ പോകുന്നു. പഴയ രാജാക്കന്മാർ മഹാചക്രവർത്തിമാർ ഭരിച്ചിരുന്നത് പോലെ നമുക്ക് പ്രജകളായി മാറേണ്ട അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ദർശനം വേണം, നമുക്ക് രാഷ്ട്രീയം വേണം, നമുക്ക് വർഗബോധം വേണം. Preview.